അപ്പുറത്തെ വീട്ടിൽ നിന്ന് തുള്ളിയിട്ട് ഞമ്മളെ വീട്ടിലേക്ക് ചാടി ചാടി വന്ന 2-3 മീനുകളായത്. ഇതിനെ പിടിച്ച് വക്കറ്റിലാക്കി വെണ്ണൂറിട്ട് പെരക്കി വെച്ച് 24 മണിക്കൂർ കഴിഞ്ഞാൽ ഇതിൻ്റെ ജീവൻ പോകാൻ യാതൊരു സാധ്യതയില്ല. ഇതിൻ്റെ ഓണറോട് വിളിച്ച് ചോദിച്ച് മീനുണ്ട് വന്ന് വീട്ടിൽ വന്നിട്ടുണ്ട്, നിങ്ങൾ എടുത്തോന്ന് പറഞ്ഞു. അന്നേരം ഒരു പറഞ്ഞു നിങ്ങൾ എടുത്തോ, ആൾക്ക് ആവശ്യമില്ല, നിങ്ങൾ കൂട്ടി കറി വെച്ചോളിന്ന് പറഞ്ഞു. ആ ധൈര്യത്തിൻ്റെ പേരിലാണ് ഇതിന് വെണ്ണൂറിട്ടിട്ട് പെരക്കി വെച്ചിരിക്കുന്നത്. ഇടക്കിടക്ക് നിന്ന് തുള്ളുന്നുണ്ട്. ഇതിന് പുറത്തേക്ക് കിടക്കാനുള്ള എല്ലാ കളിയും അത് കളിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ കയ്യിൽ നിന്നും പോകാൻ അനുവദിക്കില്ല. ഇതിനെ നല്ലോണം വരഞ്ഞ് പൊരിച്ച് ഫ്രൈ ആക്കിയിട്ട് ചോറിൻ്റെ കൂടെ കൂട്ടി തിന്നാനുണ്ട് മക്കൾ. എന്ത് മീനായെന്നൊന്നും അറിയൂല, ഈ മീനിൻ്റെ പേരും എനിക്കറിയൂല. എങ്കിലും ഇത് പൊരിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നുള്ളതും അറിയാല. ആദ്യമായിട്ട് കഴിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഗുണം എങ്ങനെയാണെന്നുള്ളതൊന്നും നമുക്ക് അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ എന്താക്കിയിട്ടില്ല. ഇതിൻ്റെ ടേസ്റ്റിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് പറയാൻ ഞാൻ തയ്യാറല്ല. എങ്കിലും ഞാനൊരു കാര്യം ഞാൻ പറയാണ്, നല്ലതായിരിക്കും. വളർത്തുന്ന മീനല്ലേ, മായമൊന്നും ഇല്ലാത്ത മീൻ ആയതുകൊണ്ട് തന്നെ ഇഷ്ടമാണ് തിന്നാൻ. നമ്മൾ കടലിൽ നിന്ന് കൊണ്ടുവരുന്ന മായ ഇട്ടിട്ടുള്ള മീനൊന്നല്ലല്ലോ. കുറച്ച് വെള്ളമാക്കിയൊക്കെ അതിന് ജീവൻ ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. ചാവൂല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. കാരണം മണിക്കൂറുകളോളം ഇട്ട് വെച്ചാലാ പോലും ഇതിൻ്റെ ജീവൻ പോകുള്ളൂ. ജീവനോടെ ഇതിനെന്തായാലും മുറിക്കാൻ എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അതിനെ വെള്ളം ഊറ്റി വെച്ചിട്ട് ഞാൻ അങ്ങനെ അങ്ങ് ജീവൻ പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ചതാ. എന്തായാലും നിങ്ങളൊന്ന് കണ്ടോക്ക്. അത് ഇടക്കിടക്ക് ചിറകിട്ടിട്ട് ഇങ്ങനെ അടിക്കുന്നേ. ഇതിൽ നിന്ന് രക്ഷപ്പെടാനാണ് മീൻ വിചാരിക്കുന്നത്. എന്തായാലും